ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ രണ്ടുപേര് കിടന്നുറങ്ങുന്നത്. എന്നുണ്ടാവാറുണ്ട് ഇവർ, പക്ഷെ ഇന്ന് നല്ല ഉറക്കത്തില്ല. നമ്മൾ വരുമ്പോൾ മുതൽ ആലോചിക്കാൻ തുടങ്ങിയതാണ് ഇന്ന് എന്താ രാത്രി കഴിക്കുകയെന്ന്. അത് റൂമിലെത്തിയപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് ഫുഡ് വെക്കേണ്ട, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിപ്പാം. അപ്പോൾ എന്തായാലും കുറച്ചധികം സമയമുണ്ടല്ലോ, നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ലാപ്പം വെച്ചിരുന്നത്. പക്ഷേ വീഡിയോ എഡിറ്റിങ്ങും നടന്നില്ല. ഞങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓഫീസിലുണ്ടായ കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ കുറേ അധികം നേരം സംസാരിച്ചു. എന്നും ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ അന്നന്ന് തന്നെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം, കുറച്ച് തണുപ്പൊക്കെ അല്ലേ. റൂമിലാണെങ്കിൽ നല്ല ചൂടായിരുന്നു, അപ്പോൾ കുറച്ചധികം നേരം നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇരുന്ന് സംസാരിക്കാം എന്നുള്ള പ്ലാനിലാണ് വന്നിരുന്നത്. അവിടെ ഇരുന്നപ്പോൾ അത്ര കൊതുകൊന്നും ഉണ്ടായില്ല കേട്ടോ. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ കൊതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, പെട്ടെന്ന് തന്നെ റൂമിൽ കയറി ഇരിക്കേണ്ടി വരും. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഫുഡ് വരുന്നവരെ ഞങ്ങൾ അവിടെ തന്നെ കത്തിയടിച്ചുകൊണ്ടിരുന്നു. അത്രയും നേരം ഇവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്നു, അത് വാങ്ങിക്കാൻ വേണ്ടി ഹരി താഴേക്ക് ഇറങ്ങിയായിരുന്നേ. ഫുഡും വാങ്ങിച്ചുകൊണ്ട് ഹരി ഓടി വരികയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു എന്നാണ് അപ്പോഴാണ് പറയണേ. അതിൻ്റെ ഓട്ടമാണ് ഈ കാണുന്നത്. വിശന്നാൽ പിന്നെ ഹരി അല്ലാണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വഴിക്ക് ഈ പൂച്ചക്കുട്ടികളോടൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് ആൾ വരണേ. അപ്പോഴേക്കും ഞാൻ ഈ പുറത്തുള്ള ചെയറെല്ലാം അത് ഉള്ളിലേക്ക് വെച്ച് കഴിക്കാൻ റെഡിയായേ. അപ്പോഴേക്കും ഹരി ഇത് 2 പ്ലേറ്റ് എടുത്ത് 2 പേർക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നാളായി ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മന്ത്ലി 2-3 തവണയെങ്കിലും പുറത്തുനിന്ന് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാനും നല്ല മടിയായിരുന്നു. ഇന്ന് ഷവർമ്മ റോളായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായേ. അപ്പോൾ അത് 2 പ്ലേറ്റിലും ഹരി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. ആൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടെന്ന് കുറച്ച് അധികം നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കഴിക്കാനായിട്ട് ഞാനിത് ചെയറൊക്കെ ഇങ്ങനെ 2 പേർക്കും കൂടെ വെച്ച് കൈയൊക്കെ കഴുകി ഞാൻ കഴിക്കാൻ ഇരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഒരാൾ ഇത് കഴിച്ച് പകുതിയായെന്ന രീതിയിലെത്തിയേ. അത്രയും വിശപ്പുണ്ടായിരുന്നു പറയണേ. അതിനിടയ്ക്ക് ഞങ്ങളൊരു ചായയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഫ്ലോപ്പായിപ്പോയി ചായ ഉണ്ടാക്കിയത്. എന്തൊക്കെയോ കുറച്ചധികം കാപ്പിപ്പൊടിയൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തു. ഞങ്ങളല്ല, ഹരിയായിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഉണ്ടാക്കിയ കാര്യം. അപ്പോഴേക്കും ആളത് ഉണ്ടാക്കി. പക്ഷേ എന്തൊക്കെയായിട്ടത് കഴിക്കാനോ കുടിക്കാനോ ഒന്നിനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഷവർമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പപ്സും ഇടയ്ക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ രണ്ടും എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഈ ഷവർമ്മ റോള് പപ്സൊക്കെ അതിങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ താഴെ പോവും, കയ്യിൽ പിടിക്കാൻ പറ്റില്ല, വായിൽ കൊള്ളില്ല, അങ്ങനെയുള്ളതൊക്കെ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും അതേ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി. കഴിക്കാൻ പറ്റായികയല്ല, എനിക്കത് കവറ് എടുത്ത് മാറ്റാൻ പറ്റാണ്ടായിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ ഷവർമ്മ റോൾ ചെയ്തിട്ടുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു പേപ്പർ കവറും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കുറച്ച് നേരം ഞാനത് എങ്ങനെ പൊളിക്കും, എങ്ങനെ ഇത് എടുത്ത് കഴിക്കും എന്നുള്ളതൊക്കെ ആലോചിച്ചത് അവസാനം അതെടുത്ത് കഴിച്ചു. അപ്പോഴേക്കും ഒരാളുടെ കഴിഞ്ഞു, എൻ്റെ ഷവർമ്മ എടുത്ത് കഴിക്കാനും തുടങ്ങി. ഈ ഒരു സംഭവം എന്നുള്ളതാണ് കേട്ടോ. ഹരി ആദ്യം കഴിച്ചു കഴിയും, എന്നിട്ട് എൻ്റെ അടുത്തുള്ള ഞാൻ എന്താ കഴിക്കണേ അതെടുത്ത് കഴിക്കും. പക്ഷെ അതൊക്കെ രസമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. എല്ലാം കഴിഞ്ഞ് വിശപ്പൊക്കെ അടങ്ങി കഴിഞ്ഞപ്പോഴാണ് എവിടെന്നാണ് വാങ്ങിച്ചേ എന്നുള്ള കാര്യം നോക്കണേ. അപ്പോഴാണ് ഞങ്ങൾ കണ്ടേ അൽത്താസ എന്ന് പറഞ്ഞാൽ നമ്മൾ കാക്കനാട് ഉള്ളത് തന്നെയാണ്, ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് വാങ്ങിച്ചത് കണ്ടത്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഒരാളവിടെ വന്നിട്ടുണ്ട്. ഈ പൂച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇന്നലെ ബാക്കി ഉണ്ടായിരുന്നു, കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തു. അത് അധിക ദിവസങ്ങളിൽ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനിത് ക്ലീനിങ് പരിപാടിയാണ്. രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ക്ലീനിങ് എന്തായാലും ബാക്കി വരാറുണ്ട്. ഈ പാത്രം കഴുകുന്നതും ഇങ്ങനെ ഒതുക്കി വയ്ക്കുന്നതെല്ലാം അതെല്ലാം ചെയ്യുന്ന രാത്രിയാണ്. ഞങ്ങൾ വീക്കെൻഡ്സിലൊന്നും വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരു വീക്കിലേക്കുള്ള സാധനങ്ങളൊന്നും അധികം വാങ്ങിക്കാറില്ല. 2 ദിവസത്തേക്കോ 1 ദിവസത്തേക്കോ ഒക്കെ വാങ്ങിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച്, കുറച്ച് പച്ചക്കറികളും ചെറുപയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കി വെച്ച്, പാത്രങ്ങൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അതും കഴുകി, ഗ്യാസൊക്കെ തുടച്ച്, പിന്നെ കുറച്ച് ചോറ് വെക്കാറുണ്ടായിരുന്നു. നമ്മൾ രാവിലേക്കുള്ള ചോറ് രാത്രി തന്നെ വെച്ചിട്ട് വെക്കാറ്. എന്നിട്ട് അത് വെച്ച് അത് റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്തിട്ട്
കഴിഞ്ഞപ്പോഴേക്കും നല്ലതുപോലെ ക്ഷീണിച്ചു, നല്ലതുപോലെ ഒന്ന് വേർത്തുണ്ടായിരുന്നു. അപ്പോഴേക്കും കിച്ചണൊക്കെ ഇത് അടച്ച് ഞാനത് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അതും കഴിഞ്ഞതേ ഞങ്ങൾ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു നൈറ്റ് വ്ലോഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.